യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ പശ്ചിമേഷ്യയെ ഒന്നാകെ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ അവസ്ഥയിലേക്ക് കടക്കുമ്പോൾ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചാണ് ഓരോ വാർത്തകൾക്കും കാതോർക്കുന്നത്. അമേരിക്കൻ മിസൈലുകൾ ഇറാൻ്റെ മണ്ണിൽ അഗ്നി പടർത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ ഒരു പതർച്ചയുമില്ലാതെ തിരിച്ചടിക്കുകയാണ്. എന്നാൽ ഈ വെടിയൊച്ചകൾക്കും ബോംബ് സ്ഫോടനങ്ങൾക്കും ഇടയിൽ ലോകത്തിൻ്റെ ഉറക്കം കെടുത്തുന്ന, പ്രത്യേകിച്ച് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പിണർ പോലെ ഭയം കടത്തിവിട്ട ഒരു സംഭവം നടന്നു. ജൂലൈ 13 രാത്രി ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഇമാം ഖൊമേനി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ഒരു അസാധാരണ അതിഥി വന്നിറങ്ങി. ഒരു സാധാരണ വിമാനമായിരുന്നില്ല അത്, മറിച്ച് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുരൂഹവും ഭയാനകവുമായ ഒരു വിമാനം. റഷ്യൻ വ്യോമസേനയുടെ അതീവ രഹസ്യമായ ടൂപോലെവ് Tu-214PU. സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരുപക്ഷെ വെറുമൊരു പേര് മാത്രമായിരിക്കാം ഞാൻ ഈ പറഞ്ഞത്. എന്നാൽ പെൻറ്റഗണിലെ സൈനിക തലവന്മാർക്കും ഇസ്രായേലിൻ്റെ മൊസാദിനും ഈ വിമാനം എന്താണെന്ന് കൃത്യമായി അറിയാം. ആണവായുധങ്ങൾ പ്രയോഗിക്കപ്പെടുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ, ഭൂമിയിലെ സകല കമാൻഡ് സെൻറ്ററുകളും ചാരമായി മാറിയാൽ, റഷ്യൻ പ്രസിഡന്റിനും ഉന്നത സൈനിക മേധാവികൾക്കും ആകാശത്ത് വച്ചു തന്നെ റഷ്യയുടെ മുഴുവൻ സൈന്യത്തെയും അണുവായുധങ്ങളെയും നിയന്ത്രിക്കാൻ വേണ്ടി മാത്രം നിർമ്മിച്ച ഡൂംസ്ഡേ വിമാനം, അഥവാ സർവനാശത്തിൻ്റെ വിമാനം. അതെ, അമേരിക്ക ഇറാന് നേരെ ഏറ്റവും വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടുന്നതിനിടയിലാണ് സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ്റെ ഈ പറക്കുന്ന യുദ്ധമുറി ടെഹ്റാനിൽ വന്നിറങ്ങിയത്. 12 മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷം ആ വിമാനം പറന്നുയർന്നത് സാക്ഷാൽ ചൈനയിലേക്കാണ്. ഈ യാത്ര നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇറാനെ തൊട്ടാൽ റഷ്യ വെറുതെ നോക്കി നിൽക്കില്ല. ഈ യുദ്ധത്തിലേക്ക് റഷ്യയുടെ നേരിട്ടുള്ള കടന്നുവരവിനാണ് ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇറാനിലേക്ക് റഷ്യയുടെ സൈന്യം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വെറുമൊരു രാജ്യത്തിൻ്റെ പിന്തുണ മാത്രമല്ല. റഷ്യ എന്ന മഹാശക്തിയുടെ അത്യാധുനിക ആയുധങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകളും സുഖോയ് ഫൈറ്റർ ജെറ്റുകളും ഇറാനു വേണ്ടി അമേരിക്കയ്ക്ക് നേരെ തിരിയും എന്നാണ് അതിനർത്ഥം. എന്നാൽ റഷ്യയുടെ ഈ എൻട്രി അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് റഷ്യയെ മാത്രം ഓർത്തിട്ടല്ല. അവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അമേരിക്ക കിടുകിടാ വിറയ്ക്കുന്ന ആ സാഹചര്യം മറ്റൊന്നുമല്ല. റഷ്യ ഇറാന് വേണ്ടി യുദ്ധത്തിനിറങ്ങിയാൽ റഷ്യയ്ക്ക് തൊട്ടു പിറകെ സാക്ഷാൽ ചൈനയും ഈ യുദ്ധത്തിലേക്ക് എടുത്തു ചാടും. റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വെറുമൊരു വ്യാപാര ബന്ധമല്ല, അതൊരു നോ ലിമിറ്റ്സ് പാർട്ട്ണർഷിപ്പ് ആണ്. അതിർത്തികളില്ലാത്ത സൗഹൃദം. സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും സമ്പദ് വ്യവസ്ഥയിലും ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ ചൈനയുടെ ചുവന്ന സൈന്യം കൂടി അമേരിക്കയ്ക്ക് നേരെ തിരിഞ്ഞാൽ പശ്ചിമേഷ്യൻ മണലാരണ്യങ്ങൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ ശവപ്പറമ്പായി മാറും. പക്ഷേ കഥ അവിടെയും അവസാനിക്കുന്നില്ല. ചൈന യുദ്ധത്തിനിറങ്ങിയാൽ എന്താകും എന്നതിനേക്കാൾ അമേരിക്കയും ഇസ്രായേലും ഭയക്കേണ്ട മറ്റൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. കാരണം ചൈനയ്ക്കും റഷ്യയ്ക്കും പിറകെ അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായ, ലോകം മുഴുവൻ ഭയത്തോടെ മാത്രം നോക്കിക്കാണുന്ന ഒരു മൂന്നാമൻ കൂടി ഈ യുദ്ധരംഗത്തേക്ക് കടന്നു വരും. അതെ, സാക്ഷാൽ കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയ. ഉത്തര കൊറിയയെക്കുറിച്ച് ലോകത്തിന് എന്തറിയാം? ശരിക്കും ഒന്നും അറിയില്ല. ദക്ഷിണ കൊറിയൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ഊഹിച്ചു പറയുന്ന ചില കെട്ടുകഥകളും സൂചനകളും മാത്രമാണ് പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നത്. ദക്ഷിണ കൊറിയ പരിഹസിക്കുന്നത് പോലെയോ വില കുറച്ച് കാണുന്നത് പോലെയോ അല്ല ഉത്തര കൊറിയയുടെ യഥാർത്ഥ ശക്തി. അത് പല പ്രമുഖ സൈനിക നിരീക്ഷകരും പലതവണ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. വ്യക്തമാക്കുക മാത്രമല്ല, അത് തെളിയിക്കാൻ ഉത്തര കൊറിയയ്ക്ക് നന്നായി അറിയുകയും ചെയ്യാം. അമേരിക്കൻ ഉപരോധങ്ങളെയും ഭീഷണികളെയും പുല്ലുപോലെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശാന്തസമുദ്രത്തിന് മുകളിലൂടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിച്ച് അവർ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. എന്തിന്, അമേരിക്കയുടെ പ്രധാന നഗരങ്ങളെപ്പോലും ചാരമാക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഇന്ന് കിമ്മിൻ്റെ പോക്കറ്റിലുണ്ട്. ആർക്കും പിടികൊടുക്കാത്ത, ആരെയും ഭയക്കാത്ത, പ്രവചനാതീതമായ തന്ത്രങ്ങളുള്ള ഉത്തര കൊറിയയുടെ കൂറ്റൻ സൈന്യം കൂടി റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇറാനിലേക്ക് മാർച്ച് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? ഇവർ 3 പേരും, റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒരുമിച്ചുള്ള അവസ്ഥ എന്താണെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം. കാരണം ചരിത്രത്തിൽ ഒരിക്കൽ അമേരിക്കയ്ക്ക് ഈ മൂവർ സംഘത്തിൽ നിന്നും ഒരിക്കലും മറക്കാനാകാത്ത ഒരു പ്രഹരം ഏറ്റിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ കാലചക്രം പിറകോട്ട് തിരിച്ച് 1950കളിലെ കൊറിയൻ യുദ്ധത്തിലേക്ക് പോകണം. അന്ന് സംഭവിച്ചത് എന്താണെന്ന് അറിഞ്ഞാൽ ഈ പുതിയ സഖ്യം അമേരിക്കയ്ക്ക് എത്രത്തോളം ഭയാനകമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 1950 ജൂൺ 25 കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലുള്ള ഉത്തര കൊറിയൻ സൈന്യം മുതലാളിത്ത ദക്ഷിണ കൊറിയയിലേക്ക് ഇരച്ചു കയറിയതോടെയാണ് വിശ്വപ്രസിദ്ധമായ കൊറിയൻ യുദ്ധം ആരംഭിക്കുന്നത്.
വെറും 3 ദിവസം കൊണ്ട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോൾ ഉത്തര കൊറിയ പിടിച്ചെടുത്തു. ഈ സമയത്താണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഐക്യരാഷ്ട്രസഭാ സേന ദക്ഷിണ കൊറിയയെ സഹായിക്കാൻ യുദ്ധത്തിലേക്ക് ചാടിയിറങ്ങിയത്. അമേരിക്കൻ ജനറൽ ഡഗ്ലസ് മാക് ആർതറുടെ നേതൃത്വത്തിൽ വൻ അമേരിക്കൻ പട കൊറിയൻ ഉപദ്വീപിലേക്ക് ഇരച്ചുകയറി. തുടക്കത്തിൽ അമേരിക്കൻ സൈന്യത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. അവരുടെ അത്യാധുനിക ആയുധങ്ങൾക്ക് മുന്നിൽ ഉത്തര കൊറിയൻ സൈന്യത്തിന് അടിപതറി. സെപ്റ്റംബർ മാസത്തിൽ ഇഞ്ചോണിൽ അമേരിക്കൻ സൈന്യം നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തോടെ ഉത്തര കൊറിയൻ സൈന്യം പിന്മാറാൻ നിർബന്ധിതരായി. ഈ വിജയത്തിൻ്റെ അഹങ്കാരത്തിൽ ഉത്തര കൊറിയയെ മുഴുവനായി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ജനറൽ മാക് ആർതർ തൻ്റെ സൈന്യത്തെ ഉത്തര കൊറിയയുടെ വടക്കൻ അതിർത്തിയായ യാലു നദിയിലേക്ക് നയിച്ചു. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന നദിയായിരുന്നു അത്. കൊറിയൻ മണ്ണിലേക്ക് യുദ്ധത്തിനായി പുറപ്പെടും മുൻപ് വാഷിംഗ്ടണിലെ അതീവ രഹസ്യമായ താവളത്തിൽ വെച്ച് അമേരിക്കൻ പടയെ നയിച്ച ജനറൽ ഡഗ്ലസ് മാക് ആർതർക്ക് പെൻറ്റഗൺ ഒരു കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിങ്ങളുടെ ലക്ഷ്യം ഉത്തര കൊറിയ മാത്രമായിരിക്കണം. അയൽ രാജ്യങ്ങളായ ചൈനയെയോ വൻ ശക്തിയായ സോവിയറ്റ് യൂണിയനെയോ ഒരു കാരണവശാലും പ്രകോപിപ്പിക്കരുത്. ഉറങ്ങിക്കിടക്കുന്ന ആ വൻമതിലുകളെ തൊട്ടുണർത്തരുത്. ഇതായിരുന്നു മുകളിൽ നിന്നുള്ള ഓർഡർ. പക്ഷേ യുദ്ധക്കളത്തിൽ വിജയം തൊട്ടരികിലെത്തിയപ്പോൾ വിജയലഹരി തലയ്ക്ക് പിടിച്ച ജനറൽ മാർക്ക് ആദർ ആ കർശന നിർദ്ദേശം പാടെ മറന്നു. കൊറിയൻ ഉപദ്വീപ് മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കാമെന്ന അഹങ്കാരത്തിൻ്റെ, ലോകം മുഴുവൻ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ കൊടി നാട്ടാമെന്ന അധികാരഭ്രാന്തിൻ്റെ ആ സ്വപ്നം അയാളെ അന്ധനാക്കി. ഉത്തര കൊറിയൻ സൈന്യത്തെ തുരത്തി ഓടിച്ച് ചൈനയുടെ അതിർത്തിയായ യാലു നദിയുടെ തീരത്തേക്ക് അമേരിക്കൻ പട ഇരച്ചു കയറിയപ്പോൾ തങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന മതിമറക്കലിൽ അവർ ആ അതിർത്തി രേഖകൾ ലംഘിച്ച് മുന്നോട്ട് നീങ്ങി. ചൈനയുടെ മണ്ണിലേക്ക് അവർ അഹങ്കാരത്തോടെ കാൽവച്ചു. അമേരിക്കൻ സൈന്യം തങ്ങളുടെ അതിർത്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത് ചൈനയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ചൗ എല്ലായ് അമേരിക്കയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി. എന്നാൽ അമേരിക്കൻ ജനറൽ മാക് ആർതർ ആ മുന്നറിയിപ്പ് പുച്ഛിച്ചു തള്ളി. ചൈനയ്ക്ക് യുദ്ധത്തിൽ ഇടപെടാനുള്ള ധൈര്യമോ ശേഷിയോ ഇല്ലെന്നായിരുന്നു അമേരിക്കയുടെ അഹങ്കാരം. ക്രിസ്മസിന് മുൻപ് യുദ്ധം ജയിച്ച് അമേരിക്കൻ സൈനികർക്ക് നാട്ടിലേക്ക് മടങ്ങാമെന്ന് വരെ മാക് ആർതർ പ്രഖ്യാപിച്ചു. പക്ഷേ അമേരിക്കൻ അഹങ്കാരത്തിൻ്റെ ശവക്കുഴി അവിടെ തോണ്ടപ്പെടുകയായിരുന്നു. 1950 ഒക്ടോബർ 19 രാത്രിയുടെ മറവിൽ അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളെ പോലും നോക്കുകുത്തികളാക്കിക്കൊണ്ട് ജനറൽ പെങ് ദഹ്വായുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന ചൈനീസ് പീപ്പിൾസ് വോളണ്ടിയർ ആർമി യാലു നദി കടന്ന് ഉത്തര കൊറിയയിലേക്ക് ഇരച്ചുകയറി. കാൽനടയായും കുതിരപ്പുറത്തുമായി യാതൊരുവിധ ആശയവിനിമയ ഉപകരണങ്ങളും ഉപയോഗിക്കാതെ തികഞ്ഞ നിശബ്ദതയോടെയാണ് ചൈനീസ് സൈന്യം അമേരിക്കൻ സൈന്യത്തിന് ചുറ്റും വളഞ്ഞത്. ഒക്ടോബർ 25 അമേരിക്കൻ സൈന്യത്തിനു നേരെ ചൈന തങ്ങളുടെ ആദ്യത്തെ അപ്രതീക്ഷിത ആക്രമണം അഴിച്ചുവിട്ടു. കനത്ത മഞ്ഞുവീഴ്ചയും കൊടും തണുപ്പും നിറഞ്ഞ ആ കൊറിയൻ മലനിരകളിൽ അമേരിക്കൻ സൈന്യം ശരിക്കും പകച്ചുപോയി. എവിടെ നിന്നാണ് വെടിയുണ്ടകൾ വരുന്നതെന്ന് പോലും അറിയാതെ അമേരിക്കൻ സൈനികർ പിടഞ്ഞു വീണു. കാഹളങ്ങൾ മുഴക്കിയും ചെണ്ട കൊട്ടിയും വൻ ശബ്ദമുണ്ടാക്കി കാട്ടുമൃഗങ്ങളെപ്പോലെ പാഞ്ഞെടുക്കുന്ന ലക്ഷക്കണക്കിന് ചൈനീസ് സൈനികരെ കണ്ട് അമേരിക്കൻ സൈന്യത്തിൻ്റെ ചോരയുറഞ്ഞുപോയി. ചൈനീസ് സൈന്യത്തിൻ്റെ തള്ളിക്കയറ്റം മാത്രമല്ല അമേരിക്കയെ കാത്തിരുന്നത്. ആകാശത്ത് അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് സർവാധിപത്യമുണ്ടായിരുന്ന സമയമായിരുന്നു അത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആകാശത്ത് വെള്ളിത്തിളക്കമുള്ള ചില അജ്ഞാത വിമാനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അമേരിക്കൻ വിമാനങ്ങളെ അവ അനായാസം വെടിവെച്ചിട്ടു. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളെന്ന് അമേരിക്ക അഹങ്കരിച്ചിരുന്ന അവരുടെ വിമാനങ്ങളെ തകർത്തെറിഞ്ഞ ആ അജ്ഞാത വിമാനങ്ങൾ മറ്റൊന്നുമായിരുന്നില്ല, സാക്ഷാൽ സോവിയറ്റ് യൂണിയൻ്റെ MiG-15 ഫൈറ്റർ ജെറ്റുകൾ. ചൈനീസ് അതിർത്തിക്കുള്ളിലെ രഹസ്യ താവളങ്ങളിൽ നിന്ന് പറന്നുയർന്ന സോവിയറ്റ് വിമാനങ്ങൾ പറത്തിയത് മികച്ച പരിശീലനം ലഭിച്ച റഷ്യൻ പൈലറ്റുമാരായിരുന്നു. മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ചൈനയുടെയോ ഉത്തര കൊറിയയുടെയോ സൈനിക വേഷം ധരിച്ചാണ് സോവിയറ്റ് പൈലറ്റുമാർ അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്തത്. അങ്ങനെ താഴെ ചൈനീസ് സൈന്യത്തിൻ്റെ കടന്നുകയറ്റവും മുകളിൽ സോവിയറ്റ് യൂണിയൻ്റെ വ്യോമാക്രമണവും കൂടിയായപ്പോൾ അമേരിക്കൻ സൈന്യം ശരിക്കും കെണിയിലായി. ചോസിൻ റിസർവോയറിലെ യുദ്ധം അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായി മാറി. -30 ഡിഗ്രി തണുപ്പിൽ ആയുധങ്ങളും വാഹനങ്ങളും മരവിച്ചു പോയ അവസ്ഥയിൽ നാലുപാട് നിന്നും വളഞ്ഞ ചൈനീസ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അമേരിക്കൻ സൈന്യത്തിന് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പിന്മാറ്റം നടത്തേണ്ടി വന്നു. തങ്ങളുടെ ആയുധങ്ങളും വാഹനങ്ങളും ഉപേക്ഷിച്ച് മരിച്ചു വീണ സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ പോലും തിരികെ എടുക്കാനാവാതെ അവർക്ക് പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. അജയ്യരെന്ന് കരുതിയിരുന്ന അമേരിക്കൻ സൈന്യത്തെ ഉത്തര കൊറിയയിൽ നിന്നും തുരത്തി ഓടിക്കാൻ റഷ്യയുടെയും ചൈനയുടെയും ഉത്തര കൊറിയയുടെയും ആ കൂട്ടുകെട്ടിന് സാധിച്ചു. യുദ്ധം പിന്നീട് വർഷങ്ങളോളം നീണ്ടുനിന്ന ഒരു സമനിലയിൽ അവസാനിച്ചെങ്കിലും
ഏഷ്യൻ വൻകരയിൽ ആ കമ്മ്യൂണിസ്റ്റ് സഖ്യം തീർത്ത പ്രതിരോധം അമേരിക്കയുടെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു. അന്ന് ആ കൊറിയൻ മഞ്ഞുമലകളിൽ അമേരിക്ക കണ്ട അതേ ദുരന്ത ചിത്രമാണ് ഇന്ന് പശ്ചിമേഷ്യൻ മണലാരണ്യങ്ങളിൽ അവർക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുമ്പോൾ അവർ തൊട്ടുണർത്തുന്നത് ഒരു രാജ്യത്തെ മാത്രമല്ല, മറിച്ച് ഒരു കാലത്ത് തങ്ങളെ വിറപ്പിച്ച അതേ ഭയാനകമായ സഖ്യത്തെയാണ്. ഇറാനിലെ ടെഹ്റാനിൽ വന്നിറങ്ങിയ റഷ്യൻ ഡൂംസ്ഡേ വിമാനം വെറുമൊരു ഔദ്യോഗിക സന്ദർശനമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അമേരിക്കൻ അഹങ്കാരത്തിനുമേൽ കടിഞ്ഞാനിടാൻ തങ്ങൾ ഒരുമിക്കാൻ തയ്യാറാണെന്ന റഷ്യയുടെയും ചൈനയുടെയും ശക്തമായ താക്കീത്. ഇറാനു വേണ്ടി റഷ്യ യുദ്ധത്തിനിറങ്ങിയാൽ പിറകെ ചൈനയും വരും. ചൈന വന്നാൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഉത്തര കൊറിയയും തങ്ങളുടെ സർവനാശക ആയുധങ്ങളുമായി എത്തും. ഈ യാഥാർത്ഥ്യം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉറക്കം കെടുത്തുകയാണ്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ കരുത്തിനെ നേരിടാൻ തന്നെ പാടുപെടുന്ന അമേരിക്കയ്ക്ക് റഷ്യയുടെ അത്യാധുനിക ആയുധങ്ങളെയും ചൈനയുടെ അതിഭീമമായ സൈനിക ശക്തിയെയും ഉത്തര കൊറിയയുടെ ആണവ ഭീഷണിയെയും ഒരേ സമയം നേരിടുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ചരിത്രം ആവർത്തിക്കുമോ എന്ന ഭയമാണ് ഇന്ന് വൈറ്റ് ഹൗസിൻ്റെ ഇടനാഴികളിൽ തളം കെട്ടി നിൽക്കുന്നത്. ഇറാനുമേൽ ഒരു ബോംബ് വീണാൽ അത് പൊട്ടിത്തെറിക്കുന്നത് ഒരുപക്ഷെ അമേരിക്കയുടെ തന്നെ നാശത്തിലേക്കായിരിക്കും. കാരണം കിഴക്കിൻ്റെ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഇറാൻ്റെ കാവലാളുകളായി അവർ സജ്ജരായി നിൽക്കുകയാണ്. ഈ മഹാസഖ്യത്തിനു മുന്നിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റാൻ പോവുകയാണ്. ലോകമൊരു പുതിയ ലോകക്രമത്തിലേക്ക്, പുതിയൊരു യുദ്ധമുഖത്തേക്ക് വഴിമാറുന്നതിൻ്റെ രക്തം മരവിപ്പിക്കുന്ന സൂചനകൾ മാത്രമാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.